തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള കൂടുതൽ നീക്കവുമായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും മനുഷ്യാവകാശ കമ്മീഷനും. രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പരസ്പര ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സൗദിയിൽ മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ട ധാരണാപത്രത്തിലാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ രാജിയും മനുഷ്യാവകാശ കമ്മീഷൻ പ്രസിഡന്റ് ഹാല അൽ തുവൈജിയും ഇന്ന് റിയാദിൽ വെച്ച് ഒപ്പുവെച്ചത്. ന്യായവും സുരക്ഷിതവുമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ദേശീയ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്ന സംഘടനാ രീതികൾ ശക്തിപ്പെടുത്തുന്നതിനും തൊഴിൽ വിപണിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികൾക്കും നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതിനും ധാരണാപത്രം ലക്ഷ്യമിടുന്നു. ദേശീയ ശ്രമങ്ങളെ ഏകീകരിക്കുന്നതിനും മാനുഷികവും സാമൂഹികവുമായ വിഷയത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണ് കരാർ ഒപ്പിടുന്നതിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് മന്ത്രിയും HRD മേധാവിയും ഊന്നി പറഞ്ഞു. സൗദി വിപണിയുടെ വികസനത്തിന് സംഭാവന നൽകുക, അനുസരണം മെച്ചപ്പെടുത്തുക, ഫലപ്രദമായ നിയന്ത്രണ ചട്ടക്കൂടിലൂടെയും അംഗീകൃത നയങ്ങളിലൂടെയും അവസരങ്ങൾ സംരക്ഷിക്കുക എന്നീ സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങളുമായി കരാർ ബന്ധിപ്പിച്ചിരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, റിയാദ്.